പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥിയായി വീണ്ടും TI മധുസൂദനൻ തന്നെ മത്സരിക്കും. വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണത്തിന് മറുപടി തെരഞ്ഞെടുപ്പിലൂടെ നൽകണമെന്നാണ് പാർട്ടിയിൽ തീരുമാനം. മധുസൂദനെ മാറ്റിയാൽ അത് ഫണ്ട് വെട്ടിപ്പ് ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാകും. സംസ്ഥാന നേതൃത്വത്തിൻ്റെതാണ് മധുസൂദനെ മാറ്റേണ്ടതില്ലെന്ന തീരുമാനം. അതോടൊപ്പം തന്നെ കല്യാശ്ശേരിയിലും അഴീക്കോടും സിറ്റിംഗ് MLA-മാരെ തന്നെ മത്സരിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. വി കുഞ്ഞികൃഷ്ണനെ പോലൊരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്തു നിന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ മറന്ന് ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം ഒറ്റുകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കൈയായി നിലകൊണ്ട ആളുകളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട. അത് കുഞ്ഞികൃഷ്ണനും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണത്തിന് തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുന്നതിന് TI മധുസൂദനെ തന്നെ വീണ്ടും പയ്യന്നൂരിൽ മത്സരിപ്പിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം കല്യാശ്ശേരി, അഴീക്കോട് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാരെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതായും അറിയുന്നു. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, പയ്യന്നൂർ മണ്ഡലത്തിൽ TI മധുസൂദനൻ തന്നെ CPM സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. വി കുഞ്ഞികൃഷ്ണൻ ഈ രക്തസാക്ഷി ഫണ്ട് വിവാദം അടക്കം ഉയർത്തിയതിന് ശേഷം നടന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് TI മധുസൂദനൻ തന്നെ അവിടെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ചർച്ച പാർട്ടിയിൽ നടന്നു. ഇത് TI മധുസൂദനെ മാറ്റേണ്ടതില്ല എന്ന കാര്യത്തിലേക്ക് എത്തി. CPM-ന്റെ ജില്ലാ കമ്മിറ്റിയും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ TI മധുസൂദനെ അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ഫണ്ട് ആക്ഷേപം ശരിവെക്കുന്ന തരത്തിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് TI മധുസൂദനെ മാറ്റേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വി കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഏതാണ്ട് ഒരു വർഷമായി പാർട്ടിയിൽ ഉയർത്തുന്ന ശക്തമായ ആക്ഷേപമാണ് ഈ ഫണ്ട് വിവാദം എന്നുള്ളത്. ആ ഘട്ടത്തിലൊന്നും TI മധുസൂദനെ അതിശക്തമായി പിന്തുണക്കാൻ പാർട്ടി മുന്നോട്ട് വന്നിരുന്നില്ല. പക്ഷേ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ മുക്കി എന്നുള്ള ആക്ഷേപം TI മധുസൂദനെതിരെ വി കുഞ്ഞികൃഷ്ണൻ പരസ്യമായി ഉന്നയിച്ചതോടുകൂടി പാർട്ടി ഒന്നടങ്കം TI മധുസൂദന് പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഈ MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ പയ്യന്നൂരിൽ എത്തിയപ്പോൾ ഉണ്ടായ ജനസഞ്ചയം അത് പാർട്ടിയെ വലിയ രീതിയിലേക്ക് ഒരു ആവേശം കൊള്ളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആക്ഷേപം പാർട്ടി പ്രവർത്തകർ ചെവിക്കൊണ്ടിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചനയായാണ് ഈ ജാഥയിലെ ഒരു പങ്കാളിത്തം CPM വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ രക്തസാക്ഷി ധൻരാജിൻ്റെ ഭാര്യയടക്കം ആ പരിപാടിയിൽ പങ്കെടുക്കുകയും MV ഗോവിന്ദൻ മാസ്റ്ററെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതും ഒരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് വി കുഞ്ഞികൃഷ്ണനുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. അപ്പോൾ TI മധുസൂദനൻ പാർട്ടിയിൽ ഒന്നുകൂടി ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പയ്യന്നൂരിൻ്റെ ഒരു പൊതുവായ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ഒരു ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു മണ്ണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ഒരു ആക്ഷേപത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ LDF പരാജയപ്പെടുന്ന അല്ലെങ്കിൽ വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് കരുതുക വയ്യ. അത്രയും ശക്തമായ വേരോട്ടമുള്ള ഈ LDF-ന്റെ പ്രത്യേകിച്ച് CPM-ന്റെ ഒരു ഉരുക്കുകോട്ട എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. പയ്യന്നൂരിൽ നേരത്തെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ട് കുറഞ്ഞപ്പോൾ അത്രയും ആ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ച അവിടെ പയ്യന്നൂരിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടുത്തെ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ്. വി കുഞ്ഞികൃഷ്ണനെ അവിടെ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന UDF-ന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണനുമായി ഇത്തരത്തിൽ ഒരു ആശയവിനിമയം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കണ്ണൂർ വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. അതിനുശേഷം വി കുഞ്ഞികൃഷ്ണനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇത് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതെങ്കിലും തരത്തിൽ വി കുഞ്ഞികൃഷ്ണനെ അവിടെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് UDF ആലോചിച്ചിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. അതോടൊപ്പം തന്നെ
കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് തന്നെ തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുണ്ടായ ഒരു വാർത്ത എന്നുള്ള രീതിയിലാണ് വി കുഞ്ഞികൃഷ്ണനും അതിനോട് പ്രതികരിച്ചത്. അങ്ങനെ പയ്യന്നൂരിലെ ഒരു രാഷ്ട്രീയം ആകെ വലിയ രീതിയിൽ ഈ രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട്, പാർട്ടി ഓഫീസ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ആരോപണങ്ങളിൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിലേക്കാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നത്. എന്നാൽ ടി.ഐ. മധുസൂദനെ അവിടെ നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യവുമില്ല എന്നുള്ള രീതിയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും ടി.ഐ. മധുസൂദനൻ തന്നെ പയ്യന്നൂരിൽ മത്സരിക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം എം.വി. ഗോവിന്ദൻ നയിച്ച ജാഥ അവിടെ എത്തിയപ്പോൾ അവിടെ ടി.ഐ. മധുസൂദനന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അതിലെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ രക്തസാക്ഷി ധൻരാജിന്റെ ഭാര്യ അടക്കം ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടുണ്ടായ ആ കാര്യങ്ങളൊക്കെ. എന്തായാലും ടി.ഐ. മധുസൂദനെ മാറ്റാൻ ഒരു തരത്തിലും പാർട്ടി ആലോചിക്കുന്നില്ല എന്ന ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കല്യാശ്ശേരിയിൽ എം വിജിൻ തുടരാൻ സാധ്യതയുണ്ട്. തുടരും എന്ന കാര്യവും ഉറപ്പാണ്. വിജിനെ മാറ്റില്ല. കല്യാശ്ശേരിയിൽ എം വിജിൻ തന്നെ ജനവിധി തേടും. അഴീക്കോട് ഒരു സംശയവുമില്ല, കെ.വി. സുമേഷ് തന്നെ വീണ്ടും LDFന്റെ സ്ഥാനാർത്ഥിയായി വരും എന്ന കാര്യവും ഉറപ്പാണ്. ഇങ്ങനെ ഈ 3 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ CPM-ൽ ഇനിയൊരു ചർച്ചയുടെ ആവശ്യം പോലുമില്ലാത്ത തരത്തിലേക്ക് ഈ സ്ഥാനാർത്ഥികൾ 3 പേരും മത്സരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അക്കാര്യം പാർട്ടി ഏതാണ്ട് അംഗീകരിച്ചിട്ടുമുണ്ട്. അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ CPM-ന്റെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കൂടി തീരുമാനമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുൻ.